കാറ്റ് വന്നു വിളിച്ചപ്പോൾ എന്ന മലയാള സിനിമയിലെ കാറ്റേ നീ വീശരുതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ഗാനം കേൾക്കാത്തവരായി നമ്മളുടെ മലയാളികളിൽ ആരും തന്നെ ഉണ്ടാകില്ല. നമുക്കിവിടെ ആ ഗാനം പ്ലേ ചെയ്യുന്നതിൽ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇതിൻ്റെ വിഷ്വൽസ് മാത്രം ഇപ്പോൾ കാണിക്കുന്നത്. ഈ ഗാനം എഴുതിയ ആ മഹാപ്രതിഭ നമ്മുടെ നാട്ടുകാരനാണെന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം? നിരവധി സാഹിത്യ ഗ്രന്ഥങ്ങൾ മലയാള സാഹിത്യത്തിന് സംഭാവന നൽകിയ ശ്രീ തിരുനെല്ലൂർ കരുണാകരനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു സിനിമാ ഗാനരചയിതാവ് എന്നറിയപ്പെടുവാൻ അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. തൻ്റെ കഴിവുകൾ കൂടുതലും ഉപയോഗപ്പെടുത്തിയത് കവിതകൾക്കും സാഹിത്യ ഗ്രന്ഥങ്ങളുടെ രചനയ്ക്കും മറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമായ അന്തി മയങ്ങുമ്പോൾ എന്ന പുസ്തകത്തിലെ കാറ്റേ നീ വീശരുതിപ്പോൾ എന്ന കവിത ഈ സിനിമയിലേക്ക് ഒരു ഗാനമായി ഇതിൻ്റെ സംവിധായകൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. മലയാളത്തിലെ കവിയും സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായിരുന്നു അദ്ദേഹം. 1924 ഒക്ടോബർ 8 കൊല്ലം താലൂക്കിൽ അഷ്ടമുടിക്കായൽ ഗ്രാമമായ പെരിനാട് പി.കെ. പത്മനാഭൻ്റെയും എൻ. ലക്ഷ്മിയുടെയും മകനായാണ് ജനനം. പ്രാഥമിക വിദ്യാഭ്യാസവും സംസ്കൃത പഠനവും ഒന്നിച്ചായിരുന്നു. SSLC പഠനം പൂർത്തിയാക്കിയത് പ്രാക്കുളം NS സ്കൂളിലായിരുന്നു. BAയ്ക്ക് കൊല്ലം SN കോളേജിലും ചേർന്നു. ചരിത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം കൊല്ലം SN കോളേജിൽ മലയാളം ട്യൂട്ടറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. ഒരു വർഷം ജോലി ചെയ്ത ശേഷം 1954 യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ MA നേടി. ആ വർഷം തന്നെ കോളേജ് അധ്യാപകനായി സർക്കാർ സർവീസിൽ പ്രവേശിച്ചു. ആദ്യത്തെ 3 വർഷം ഗവൺമെന്റ് ആർട്സ് കോളേജിലും അതിനുശേഷം 1975 വരെ യൂണിവേഴ്സിറ്റി കോളേജിലും പ്രവർത്തിച്ചു. 1975 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗമായി. 1981 ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചു. മലയാള കവിതയിലെ അരുണ ദശകത്തിലെ കവികളിൽ പ്രമുഖനായിരുന്ന അദ്ദേഹം പലപ്പോഴായി രചിച്ച ലളിതഗാനങ്ങൾ, കുട്ടിക്കവിതകൾ, നാടകഗാനങ്ങൾ, മാർച്ചിങ് ഗാനങ്ങൾ, കഥാപ്രസംഗങ്ങൾ, സംസ്കൃത കവിതകൾ തുടങ്ങി നിരവധി രചനകൾ പുസ്തകരൂപത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. കുമാരനാശാന്റെ ചണ്ഡാലഭിക്ഷുകിയുടെ സംസ്കൃത പരിഭാഷയും ഭാരതീയ സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ചുള്ള നിരവധി ലേഖനങ്ങളും ഇതിൽപ്പെടുന്നു. ലഘുവായ ഭാവഗീതങ്ങൾ, ദീർഘമായ ആഖ്യാന കവിതകൾ, കുട്ടിക്കവിതകൾ, നാടൻപാട്ടിന്റെ ലാളിത്യമുള്ള ഗാനങ്ങൾ, പുരാണ പുനർവ്യാഖ്യാനങ്ങൾ എന്നിങ്ങനെ വിവിധ ശൈലിയിലുള്ള രചനകൾ ഉൾക്കൊള്ളുന്ന കാവ്യപ്രപഞ്ചമാണ് തിരുനെല്ലൂരിൻ്റേത്. തിരുനെല്ലൂർ കരുണാകരൻ്റെ കവിതകൾ എന്ന സമാഹാരത്തിന് 1985 ആശാൻ പുരസ്കാരവും 1988 വയലാർ അവാർഡും ലഭിച്ചു. മലയാള സാഹിത്യത്തിന് ഒട്ടനവധി കവിതകളും വിവർത്തനങ്ങളും ഒക്കെ അദ്ദേഹത്തിൻ്റെ സംഭാവനയായി ഇന്നും നിലനിൽക്കുന്നു. 2006 ജൂലൈ 5 82-ാം വയസ്സിൽ സ്വവസതിയിൽ വെച്ച് അന്തരിച്ചു. മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. നിരീശ്വരവാദിയായ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് മതാചാരങ്ങളെല്ലാം ഒഴിവാക്കി മൃതദേഹം അടക്കം ചെയ്യുകയായിരുന്നു. ഇന്ന് ജൂലൈ 5. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ ആ ഓർമ്മകൾക്ക് മുന്നിൽ 1000 ഓർമ്മപ്പൂക്കൾ ഞങ്ങൾ അർപ്പിക്കുന്നു.